ഗൈസ്, എൻ്റെ കോളേജെല്ലാം കംപ്ലീറ്റ് ആയി. സോ ഇന്ന് ഞാൻ എൻ്റെ കോളേജും പിന്നെ എൻ്റെ 3 years എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് എൻ്റെ കോളേജിൻ്റെ എൻട്രൻസിലാണ് നിൽക്കണത്. നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഇതാണ് റോഡ് ഇവിടേക്കുള്ളത്. കണ്ടു, ഇതാണ് ഗേറ്റ്, ഫസ്റ്റ് ഗേറ്റ്. നമുക്ക് അവിടെ വേറൊരു ഗേറ്റ് വരുന്നുണ്ട്. അവിടെ വാച്ച്മാനൊക്കെ ഇരിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെയാണ് നമുക്ക് വിസിറ്റേഴ്സ് ഐ ഡി വാച്ച്മാൻ്റെ അവിടെ നിന്ന് കളക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ ID കാർഡ് ഉണ്ട്, അത് കാരണം എനിക്ക് ഇല്ല. ഔട്ട്സൈഡേഴ്സായി വരുന്ന ആൾക്കാർ അവിടെ നിന്ന് വിസിറ്റേഴ്സ് ID കളക്ട് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് കിട്ടുള്ളൂ. സോ ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് നമുക്ക് കാണിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ഫ്രീ ഓക്സിജൻ ഏരിയ ഉണ്ട്. കണ്ടില്ലേ, ഫ്രീ ഓക്സിജൻ. ഇവിടെയാണ് നമ്മൾ ക്ലാസ് എല്ലാം ബങ്ക് ചെയ്തിട്ടും പിന്നെ ഫ്രണ്ട്സിനായിട്ടൊക്കെ വർത്താനം പറഞ്ഞിട്ടൊക്കെ ഇവിടെയാണ് ഇരിക്കുക. ഇതാണ് ഫ്രീ ഓക്സിജൻ ഏരിയ. ഇവിടെ നല്ല ട്രീസൊക്കെ ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നല്ല കംഫർട്ടബിളാണ് ഇവിടെ ഇരിക്കാൻ. ആൻഡ് ഇതിനുള്ളിൽ തന്നെ നമുക്കൊരു ATM വരുന്നുണ്ട് ഗൈസ്, കണ്ടില്ലേ. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ATM ഉണ്ട്. അപ്പോൾ വല്ല അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്യാഷും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഫ്രീ ഓക്സിജൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് മെയിൻ ബ്ലോക്ക് ഉണ്ട്, ഞാൻ അതിൽ പിന്നെ വരാം. സോ ഇവിടെ നമുക്ക് നമ്മുടെ ഗ്രീൻ പാർക്ക് ഉണ്ട്. ആൻഡ് ഞാൻ വീഡിയോ എടുക്കുന്നത് സൺഡേ ആണ്. സോ ഇവിടെ ആൾക്കാരൊന്നും ഇല്ല. ഇതുണ്ട്, ഇവിടെ ഒരു ചെറിയ ഫൗണ്ടൈനും ക്രിസ്ത്യാനിയുടെ ലോഗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഗ്രീൻ പാർക്ക്. ഗ്രീൻ പാർക്കിൽ ഈ സെയിം ഫ്രീ ഓക്സിജൻ പോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സിനായിട്ടിരിക്കാനും ലഞ്ച് ബ്രേക്ക് ആ സമയത്തൊക്കെ ഇവിടെ ഫുള്ളാവും ആൾക്കാർ. പിന്നെ അവിടേക്ക് ഒരു ഗ്രീൻ പാർക്കിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഗ്രീൻ പാർക്ക്. ആൻഡ് ഇവിടെയാണ് ഇതൊക്കെ മിക്ക കപ്പിൾസിനൊക്കെ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് യൂഷ്വലി എല്ലാവരും ഇവിടെയാണ് വന്നിരിക്കുക. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് നേരെ കോളേജിൻ്റെ ഒരു വ്യൂ ഒക്കെ ഉണ്ട്. അത് ആക്ച്വലി നൈസാണ്. ഈ ടർഫിലും ആൾക്കാർ വന്നിരിക്കും കഴിച്ചു. അപ്പോൾ ഈ കോളേജിൽ ഞാൻ വന്ന ടൈമിലൊക്കെ നമ്മളും ഇവിടെയൊക്കെ വന്നിരിക്കാറുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ലാസ്റ്റ് ഇയറൊക്കെ ആയപ്പോൾ നമുക്ക് സമയമൊന്നും കിട്ടാറില്ല. കണ്ടില്ല, പേര് എഴുതി വെച്ചിട്ടാണ് ഗ്രീൻ പാർക്ക്. ഇവിടെ ഇതേപോലെ തന്നെ ഫുൾ ട്രീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല ഷെയ്ഡും കാര്യങ്ങളും ഉണ്ടാവും. ഈവൻ ആഫ്റ്റർനൂൺ ആയാൽ പോലും ലൈക്ക് അങ്ങനെ സൺലൈറ്റിൻ്റെ പ്രശ്നം ഇതൊന്നും വരില്ല, നല്ല ട്രീസൊക്കെ ഉള്ള കാരണം. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നേരെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് എത്തും. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് എത്താതെ ആ കാണാനാണ് ബാസ്കറ്റ് ബോൾ. ആക്ച്വലി നമുക്കിവിടെ 2 ബാസ്കറ്റ് ബോൾ കോർട്ട് ഉണ്ട്, ഒരു ഹാഫ് കോർട്ടും ഒരു ഫുൾ കോർട്ടും. ആൻഡ് ഇപ്പോൾ ഇവിടെ റോഡ് സൈഡിലാണ് നിൽക്കണ കാരണം ഫുള്ള് നോയ്സ് ഉണ്ടാവും. സോ അതിന് സോറി. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബാസ്കറ്റ് ബോൾ കോർട്ട്. സോ ഇതൊരു ഹാഫ് കോർട്ടാണ്. ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അവിടെയാണ് യൂഷ്വലി പ്ലേയേഴ്സ് കളിക്കുക. ആണല്ലേ, ഇതാണ് നമ്മുടെ ബാസ്കറ്റ് ബോൾ കോർട്ട്. ഇവിടെ ഇങ്ങനെ ടീമിത്തെ പ്ലേയേഴ്സ് മാത്രമല്ല, എല്ലാ പിള്ളേർക്കും കളിക്കാൻ. അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്തൊക്കെ എല്ലാവർക്കും വന്ന് ഇരിക്കാനൊക്കെ പറ്റും. കണ്ടില്ലേ നമ്മുടെ ബാസ്കറ്റ് ബോൾ കോർട്ട്. ആൻഡ് ഇവിടെ ബാസ്കറ്റ് ബോൾ കോർട്ടിൻ്റെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ടേഫാണ്. കണ്ടില്ലേ, ടേഫിനെ കുറിച്ച് ഞാൻ പറയാം. ആൻഡ് ഇവിടെ തന്നെ നമുക്ക് അഡ്മിൻ ബ്ലോക്ക് കഫറ്റേരിയ ഈ ഇതേനെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ മുകളിലാണ് നമ്മുടെ അഡ്മിൻ ബ്ലോക്ക്. അതാണ് നമ്മുടെ കോളേജിൻ്റെ ഹൈലൈറ്റ്. നിങ്ങൾ കോളേജ് സെർച്ച് ചെയ്യുമ്പോൾ എല്ലാതും ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന പിക്ചർ ഈ കോളേജിൻ്റെ അഡ്മിൻ ബ്ലോക്കിൻ്റെ പിക്ചറാവും. സോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനും അത് കണ്ടിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ എൻ്റെ ബ്ലോക്ക് അഡ്മിൻ ബ്ലോക്ക് അല്ല, ഞാൻ മെയിൻ ബ്ലോക്കിലാണ്. എൻ്റെ കോഴ്സ് സയൻസ് ആയിരുന്നു. സോ BSc മൈക്രോബയോളജി ജെനറ്റിക്സ് ആണ് ഞാൻ എടുത്തത്. ആൻഡ് ക്യാൻറ്റീൻ ക്ലോസ്ഡ് ആണ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ, അഡ്മിൻ ബ്ലോക്ക് ക്യാൻറ്റീൻ. ഇത് ലൈക്ക് ഇവിടെ ഉള്ളതിലൊരു വലിയ ക്യാൻറ്റീനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക്കാണ് നമ്മൾ വന്നപ്പോൾ ലൈറ്റ് എടുത്ത്. ഓക്കെ, കണ്ടില്ലേ, ഇവിടെ ഇത്രയും സ്പേഷ്യസ് ആണ്. ഇവിടെ മാത്രമല്ല ഗൈസ്, അപ്പുറത്തും ഇരിക്കാനുള്ള അവിടെ വാഷ് ഏരിയ ഉണ്ട്. കണ്ടില്ല, അവിടെ ഫുള്ള് ഉണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ലൈക്ക് മോമോസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഷോപ്പിൽ കിട്ടും. ആൻഡ് ഇതൊരു കേരള റെസ്റ്റോറൻറ്റ് പോലെയാണ്. ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ആൻഡ് ഇതൊരു പാസ്ത അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും. അതാണ് നമ്മുടെ വാഷ് ഏരിയ. ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ ക്യാമ്പസിലെ എല്ലാ സ്ഥലത്തും കാണാം. സോ ഇവർ ബേസിക്കലി പറയണത് എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് ഒന്നും നമ്മൾ പുറത്തിടാൻ പാടില്ല, കാരണം ഇതൊരു ഗ്രീൻ ക്യാമ്പസ് ആണ് ഗൈസ്. കണ്ടില്ലേ, ഇതാണ് അടുത്ത എൻട്രൻസ്, ഇതാണ് മെയിൻ എൻട്രൻസ് ഗൈസ്. ആൻഡ് ഇവിടെ ഒരു മിററൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇത്രയും സ്പേഷ്യസ് ആണ്. അവിടേക്ക് നമുക്ക് കിടക്കാൻ പാടില്ല, അത് ഫാക്കൽറ്റീസിന് കിടക്കാൻ പറ്റുമോ ഗൈസ്, നമുക്ക് പറ്റില്ല. സോ ഇനി അടുത്ത് ഞാൻ അഡ്മിൻ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കാണിക്കാൻ പറ്റുമോ നോക്കാം. ലൈക്ക് ഉള്ളിൽ ആദ്യം കയറാൻ പറ്റില്ല, മേ ബി ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ ഞാൻ കാണിക്കാം ഓപ്പൺ ആണെങ്കിൽ. സൺഡേ കാരണം അറിയില്ല ഓപ്പൺ ആണോ അല്ലേന്ന്. ഇവിടെ കണ്ടില്ല, ഇവിടെയൊക്കെ ആൾക്കാർ വന്നിരിക്കും ഗൈസ്. ഞാൻ ഈ ബ്ലോക്കിലല്ലാത്ത കാരണം ഞാൻ അധികം ഇരിക്കാറില്ല. ബട്ട് എക്സാം ടൈമൊക്കെ നമുക്ക് ഈ ക്ലാസ്, ഇവിടുത്തെ ക്ലാസ്സുകളിലൊക്കെ എക്സാം, സോ ആ ടൈമിലൊക്കെ നമ്മൾ വന്നിരിക്കും. ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിലൊക്കെ കുറേ ഇരുന്നിട്ടുണ്ട് ഗൈസ്. മാക്സിമം കോളേജ് എക്സ്പ്ലോർ ചെയ്ത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ. തേർഡ് ഇയർ ആയപ്പോൾ നമുക്ക് ലൈക്ക് സ്റ്റഡി വർക്ക് ലോഡ് കൂടി, സോ അധികം അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. അഡ്മിൻ ബ്ലോക്ക് ഓൾറെഡി ക്ലോസ്ഡ് ആണ് ഗൈസ് അതിൽ, സോ കയറാൻ പറ്റില്ല. നോക്കാൻ ഉണ്ടായില്ല നമുക്ക്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് റിസപ്ഷനും പിന്നെ പ്രിൻസിപ്പളിൻ്റെ ക്യാബിനൊക്കെ അഡ്മിൻ ബ്ലോക്കിൻ്റെ ഉള്ളിലാണ്. പിന്നെ എക്സാം ഓഫീസ് ആ സൈഡിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ സ്റ്റുഡൻറ്റ് വെൽഫെയർ ഓഫീസ് ഉണ്ട്, അവിടെ നമ്മുടെ LMSും TCSും അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ പോയി സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ടേഫിലൊന്ന് കയറിയിട്ട് പോകാം. ടേഫ് ഞാൻ മറന്നുപോയി. അതല്ലേ ഡോണ്ട് ലിറ്റർ അവർ ക്യാമ്പസ്. ഫുള്ള് ഈ ഡസ്റ്റ്ബിന്നാണ് ഇവിടെ. ക്രിസ്ത്യാനി അത് ഒരു 3 ലൈക്ക് പ്ലാസ്റ്റിക് ജനറൽ അങ്ങനത്തെ വെറ്റ് വേസ്റ്റ് അത് കിട്ടും. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ടേഫ് ഗൈസ്. ടേഫ് കണ്ടു, ഇത്രയും വിശാലമായ ടേഫ്, ഫുൾ ഗ്രീനാണ് ഗൈസ്. മേ ബി ഈ ടേഫ് കാരണവർക്ക് നമുക്ക് ഗ്രീൻ ക്യാമ്പസ് എന്നുള്ള പേര് കിട്ടിയത്. കണ്ടില്ലേ. ആൻഡ് ഈ ടേഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ടേഫിലാണ് മിക്ക ആൾക്കാരും ലൈക്ക് ആ ബ്രേക്ക് ടൈമിലൊക്കെ ഇവിടെ വന്നിരിക്കും. ഈവൻ വെയിലായ പോലും ആൾക്കാർ വന്നിരിക്കണ കാണാം. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഇരിക്കാൻ സ്ഥലമുണ്ട്. ആൻഡ് ഈ ടർഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് വന്ന് ഇവിടെ ഗെയിംസൊക്കെ കളിക്കാൻ, ലൈക്ക് ഫുട്ബോൾ കളിക്കാൻ അതൊക്കെ പറ്റുമെന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നും പറ്റില്ല ഗൈസ്. കാരണം ഇവിടെ അവരൊന്നിനും നമ്മളെ സമ്മതിക്കില്ല. ഇവരത്രയും കഷ്ടപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അത്രയൊന്നും ഇല്ല, പിച്ചൊന്നും അല്ല ഇത് ഒറിജിനൽ, ലൈക്ക് ജസ്റ്റ് ഒരു ഗ്രാസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ടീച്ചേഴ്സിൻ്റെ സ്പോർട്സ് ഡേയുടെ ടൈമിൽ അവർ ഇതിൽ അവരുടെ സ്പോർട്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നടത്തും. നമുക്ക് സെപ്പറേറ്റ് വേറെ ഗ്രൗണ്ടൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെയാവും നമ്മുടെ. അല്ലാതെ അവരിത് നമുക്ക് യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇത് ഈവൻ ടീച്ചേഴ്സിൻ്റെ സ്പോർട്സ് ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുള്ള് ഗ്രാസ് നാശമാവും. അപ്പോൾ അത്ര മെയിൻ്റെനൻസ് ഉള്ള കാരണമാവും നമ്മൾ സമ്മതിക്കാതെ. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നൈസ് അവിടെയൊക്കെ വന്നിരിക്കാം. ദാറ്റ് ഈസ് ബിഗ് ഡീൽ. ആൻഡ് നമുക്കിനി ഇവിടുന്ന് നേരെ ഹ്യൂമാനിറ്റീസ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ പോകും. അവിടുന്ന് അങ്ങനെ കറങ്ങി PG കഴിഞ്ഞ് മെയിൻ ബ്ലോക്ക് കഴിഞ്ഞിട്ട് വരാം. ആൻഡ് പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഈ ലൈക്ക് 3 ഇയേഴ്സിൽ ശരിക്കും ക്ലാസ് അടിപൊളിയായിരുന്നു. ക്ലാസ്സിലെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ നല്ല. ആൻഡ് ഓരോ കോഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതൊക്കെ. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ലാബാണ് കൂടുതൽ. ലാബ് അവേഴ്സ് ഉണ്ടാവും. ആൻഡ് ലാബാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാറ് ശരിക്കും. അല്ലാതെ ഇനി ഇവിടെ ഇല്ല, ഈ സ്പേസിൽ ഇവിടെയാണ് ഈ പ്രമോഷൻ വീഡിയോസൊക്കെ നടക്കുക, ഓരോ ക്ലബിൻ്റെയും ഡാൻസിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ. ആൻഡ് ഇത് അഡ്മിൻ ബ്ലോക്കിൻ്റെ അടുത്ത എൻട്രൻസ്, ലൈക്ക് ബാക്ക് സൈഡ്. ഇതിന് പോയി കഴിഞ്ഞാൽ എക്സാം ഓഫീസ് പെട്ടെന്ന് എത്താം. നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് ഇല്ല. ലൈക്ക് അവിടെ ഇതേപോലെ ഒരു ലോക്ക് ഉണ്ട്, ഡോറ് കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് കിടത്താൻ പറ്റില്ല. ആൻഡ് ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഇതുണ്ട് വെൻറ്റിലേഷൻ. ഇതെല്ലാ ഇതിലും ഉണ്ട് തോന്നുന്നു, എല്ലാ ബിൽഡിങ്ങിലും ഉണ്ട്. ഇവിടെ നമ്മുടെ കിട്ടിയ ട്രോഫികളൊക്കെ നിരത്തി വെച്ചിരുന്ന സ്ഥലം. ആൻഡ് ഇതിൻ്റെ മുകളിൽ കൂടെ സ്റ്റെയർകേസ് കയറി പോയാൽ നമുക്ക് ഫസ്റ്റ് അപ്പം തന്നെ ഇത് കാണാം, എക്സാം ഓഫീസ്.
അവിടെയാണ് എക്സാം റിലേറ്റഡ് കാര്യങ്ങളും സർട്ടിഫിക്കറ്റ് ഇതൊക്കെ കളക്ട് ചെയ്യാൻ വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ID കാർഡ് കണ്ടില്ല ഗൈസ്, ഇതാണ് എൻ്റെ ബ്ലൂ കളർ ID കാർഡാണ് സ്റ്റുഡൻസിന് കൊടുക്കുക. ആൻഡ് PGക്കാർക്കാണെങ്കിൽ ഒരു എന്ത് കളറാണ്, ഒരു ലൈക്ക് പേർപ്പിൾ കളർ അങ്ങനെ എന്തോ ആണ് അവർക്ക്. പിന്നെ ഫാക്കൽറ്റീസിനൊരു ഗ്രേ കളറും സ്റ്റാഫിനൊക്കെ ഒരു ബ്രൗൺ കളറും. അങ്ങനെ ഓരോ ആൾക്കാർക്കും ID കാർഡിന് കളർ ഡിഫറൻസ് ഉണ്ട് ഗൈസ്. ആൻഡ് ഇവിടെ കണ്ടോ നിങ്ങൾ, ഇതാണ് ചാവറ സ്ക്വയർ. ഇവിടെ ആൾക്കാർ വന്നിരിക്കും. ഇതിവിടെ എന്ന് പറയുമ്പോൾ നല്ല കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ കാരണമാണോ എന്നറിയില്ല, ഫുള്ള് കാറ്റാണ് ഗൈസ് ഇവിടെ. ആൻഡ് ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ചാപ്പലിൽ മാസ് ഉണ്ടാവും. ഇവിടെ ചാപ്പലുണ്ട് നമുക്ക് സ്റ്റുഡൻസിന്. സോ സ്റ്റുഡൻസ് മാത്രമല്ല, ഔട്ട് സൈഡേഴ്സ് ഓൾസോ അലൗഡ്. ഇന്ന് ശരിക്കും പറയുമ്പോൾ എനിക്ക് ID കാർഡ് ഇടേണ്ട ആവശ്യമില്ല, കാരണം ചാപ്പലിൽ വരികയാണെങ്കിൽ ID കാർഡിൻ്റെ ആവശ്യമില്ല. ആൻഡ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഹ്യൂമാനിറ്റീസ് ബ്ലോക്കിലേക്ക് എത്തിയേക്കണം. കണ്ടില്ലേ ഹ്യൂമാനിറ്റീസ് ബ്ലോക്ക്, ഇതാണ് ഹ്യൂമാനിറ്റീസ് ബ്ലോക്ക്, വലിയൊരു ബ്ലോക്ക്. ഇത് പുതിയ ബ്ലോക്കാണ് ഗൈസ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ വന്ന ടൈമിൽ ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് പണി സെക്കൻഡ് ഇയർ ആയിപ്പോഴും പണിയൊക്കെ കഴിഞ്ഞു തോന്നും. ആൻഡ് ഇവിടെയൊക്കെ മാങ്ങയൊക്കെ ഉണ്ട് കണ്ടില്ലേ. ഇതാണ് ഹ്യൂമാനിറ്റീസ് ബ്ലോക്കിൻ്റെ ക്യാൻറ്റീൻ. ഇത് പുതിയ ബ്ലോക്കാണ്, പക്ഷെ ഇവിടെ ഈ ക്യാൻറ്റീൻ, ഈ ടിഫിൻസ് എന്ന് പറഞ്ഞാൽ നല്ല ക്യാൻറ്റീനാണ്. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ അവിടെ മറ്റേ ജ്യൂസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ സാമറിനിൽ. ആൻഡ് ഇതൊരു അത്യാവശ്യം നല്ല ക്യാൻറ്റീനാണ്. ഇവിടുത്തെ വാങ്ങുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് കഴിക്കുക. അവിടെ കണ്ടില്ല ആ സ്പേസ്, അതിൻ്റെ ഉള്ളിൽ കഴിക്കും. ആൻഡ് ഹ്യൂമാനിറ്റീസ് ബ്ലോക്ക് ഇന്ന് നടത്തിയിരിക്കുകയാണ് കഴിച്ചു. ഉള്ളിൽ കയറാൻ പറ്റില്ല. ഹ്യൂമാനിറ്റീസ് ബ്ലോക്കിൻ്റെ ഉള്ളിലാണ് നമ്മുടെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുക. സോ പക്ഷെ ഞാൻ വന്ന ടൈമിലാണെങ്കിൽ അഡ്മിഷൻ്റെ കാര്യങ്ങളൊന്നും ലൈക്ക് ഇല്ലായിരുന്നു. എനിക്ക് എല്ലാം ഓൺലൈനിൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നല്ല കാറ്റാണ് പറഞ്ഞത്. ഈ സൈഡിൽ വരുമ്പോൾ ഒരു പ്രത്യേക കാറ്റാണ്. ഇതാണ് നമ്മുടെ ബസ് കാര്യങ്ങളൊക്കെ, കോളേജ് ബസ്. ഇങ്ങനത്തെ ബസ് ഉണ്ട് നമുക്ക്. ഇത്തരം ബസ് ഉണ്ടായാൽ നിങ്ങൾ വിചാരിക്കും ലൈക്ക് അത് കുറേ ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പ്രോഗ്രാംസിനൊക്കെ പോകുന്ന ടൈമിൽ ബസ് ബുക്ക് ചെയ്യണമെങ്കിൽ തന്നെ 2 months മുമ്പൊക്കെ ബുക്ക് ചെയ്യണം. അത്രയും ബുദ്ധിമുട്ടാണ് ബസ് കിട്ടാൻ. ഞാൻ യൂത്ത് റെഡ് ക്രോസിലുണ്ടായിരുന്നു ഒരു 3 years. അപ്പോൾ ലാസ്റ്റ് ഇയർ അതിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിരുന്നു. പിന്നെ ആ സമയത്ത് നമുക്ക് ഇവൻറ്റ്സ് ഒക്കെ വരുമല്ലോ, അപ്പോൾ നമ്മളാണ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ ഈ സാധനം കിട്ടില്ല. ഇത് കണ്ടോ, ഇത് ഇവിടെ എന്തോ ബയോഗ്യാസ് പ്ലാന്റും അത് ഇതൊക്കെയാണ്. വേസ്റ്റ് എന്തോ കളയണം, എന്തൊക്കെയാണെന്ന് അറിയില്ല. എൻ്റെ ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ ചെറിയ ടെമ്പോ. പിന്നെ ഇതൊക്കെ ഹ്യൂമാനിറ്റീസ് ബ്ലോക്കിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ നടന്നു കഴിഞ്ഞാൽ ചാപ്പലിൻ്റെ അവിടേക്കാണ് ഈ വഴി. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് എനിക്കറിയില്ല വോയിസ് എങ്ങനെ കേൾക്കണമെന്ന്. ഉണ്ടല്ലേ ഈ ചാപ്പലിൻ്റെ ഈ സൈഡിലുള്ള ഈ ഭാഗത്തൊക്കെ നമ്മൾ ഈ പിള്ളേരൊക്കെ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യണ കാണാം. അപ്പോൾ നിങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെയാണ് എന്തെങ്കിലും ലൈക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനും ഇതിനൊക്കെ സ്കിറ്റ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം. ലൈക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ എല്ലാവരും ഇവിടെയാണ് ചെയ്യുക, കോമൺ. ഇപ്പോൾ നമ്മൾ ചാപ്പലിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് ചാപ്പലിൻ്റെ എൻട്രൻസ്. ആൻഡ് ഇവിടെയാണെങ്കിൽ നമുക്കൊരു വാഷ്റൂം ഉണ്ട്. ഇത് എപ്പോഴും ഓപ്പൺ ആവുമായിരിക്കും. ഗേൾസിനും ബോയ്സിനൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു വാഷ്റൂം മാത്രമാണ് ഈ ലൈക്ക് ഹോളിഡേയ്സ് ആയാലും ക്ലാസ്സില്ലാത്ത ടൈമിലായാലും ഓപ്പൺ ആയിട്ട് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നോർമലി. ആൻഡ് ഇവിടെ നമുക്ക് ചെറിയ ഫൗണ്ടെയിൻ ഉണ്ട്, അത് നല്ലതാണ്. ആൻഡ് അതാണ് നമ്മുടെ ചാപ്പൽ. ആൻഡ് 9 o'clock ഇവിടെ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യും. സോ അതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം. ആൻഡ് ഇതാണ് PG ബ്ലോക്കിൻ്റെ ബാക്ക് സൈഡ് ഗൈസ്. PG ബ്ലോക്കിൻ്റെ ബാക്ക് സൈഡ്. ഇവിടുന്ന് ഒരു എൻട്രൻസ് ഉണ്ട് താഴത്തേക്ക്, നമുക്ക് നേരെ മെയിൻ ബ്ലോക്ക് കണക്ട് ചെയ്യും. സോ PG ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കയറി നോക്കാം. PG ബ്ലോക്ക് അതേപോലെ ക്ലോസ്ഡ് ആണോ എന്നൊക്കെ അറിയില്ല. സോ നോക്കാം നമുക്ക് എന്തായാലും. PG ബ്ലോക്ക് ക്ലോസ്ഡ് ആണ് ഗൈസ്, കണ്ടില്ല ഡോറ് ക്ലോസ്ഡ് ആണ്. നമുക്കിതിൻ്റെ അടിയിൽ കൂടെ പോകാം. ഇവിടെ കണ്ടില്ല, ഇവിടെ ഇരിക്കണ ഒരു സ്പേസ് ഉണ്ട്. ഇത് പുതിയതായിട്ട് പണിഞ്ഞാണ്, ലൈക്ക് ലാസ്റ്റ് ഇയറിൽ ഞാൻ 3rd year ആയിപ്പോൾ പണിഞ്ഞാണ്. ഇവിടെ അധികം ആൾക്കാർ ഞാൻ കണ്ടിട്ടൊന്നുമില്ല, അധികം ആൾക്കാർ വന്നിരിക്കണം. കാരണം നല്ല വെയിലുണ്ട്. മറ്റേ ഗ്രീൻ പാർക്കും ഫ്രീ ഓക്സിജൻ പോലെയൊന്നുമല്ല.
നല്ല വെയിൽ കിട്ടും. സോ അധികം ആൾക്കാരൊന്നും വരാറില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇത് കണ്ടില്ലേ JB സെറോക്സ്, ഇത് നിങ്ങളിവിടെ ആദ്യമായിട്ട് വരികയാണെങ്കിൽ എന്തായാലും ഓർമ്മ വെച്ചിരിക്കണം. കാരണം ഇവിടെ നിന്നാണ് നമുക്ക് സെറോക്സ് എടുക്കാൻ പറ്റുക. അതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഉള്ളിലാണ്, അത് ഇതിൻ്റെ ഉള്ളിലെ കോർണറിലാണ്. ആൻഡ് വരുന്ന ആൾക്കാരുടെ ഒരു ശ്രദ്ധയ്ക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇതുണ്ടാവും, എന്തുണ്ടാവും, ക്യാഷായിട്ട് വരണാവും ബെറ്റർ. കാരണം ഇതിൻ്റെ ഉള്ളിൽ സിഗ്നലും ഇല്ല ഗൈസ്, ഫോണിൻ്റെ സിമ്മൊക്കെ അടിച്ചു. ആൻഡ് ഇവിടെ NSS, PS, KCDCയുടെ ഒക്കെ സ്റ്റോറൂം കാണാം. ഇതൊക്കെ JNJ എക്സ്റ്റൻഷൻ സർവീസസ് ആണ്. നമുക്ക് നമ്മുടെ കോളേജിൽ 6 എക്സ്റ്റൻഷൻ സർവീസസ് ഉണ്ട്. ഓ ഗൈസ് ഇവിടെ എക്കോ അടിക്കുന്നുണ്ട്. 6 എക്സ്റ്റൻഷൻ സർവീസസ് ഉണ്ട്. അതിൽ പറഞ്ഞാണ് എൻ്റെ ഇത് എന്താ യൂത്ത് റെഡ് ക്രോസും പിന്നെ KCDC, NCC, NSS, CSA, UBA അങ്ങനെ 6 ഉണ്ട്. ഇതാണ് നമ്മുടെ എല്ലാത്തിനും കൂടി ഉള്ളിൽ. ഈ JESൻ്റെ ഉള്ളിലാണ് ഇത്. JESൻ്റെ ബാച്ച് ഉണ്ട് ഗൈസ്. അത് ഈ 6 എക്സ്റ്റൻഷൻ സർവീസിൻ്റെ സെക്രട്ടറീസിന് മാത്രം കൊടുക്കുള്ളൂ ഈ ബാഡ്ജ്. ആൻഡ് വി ആർ ദ അംബാസിഡർ ഫോർ ദിസ് പ്രൊമോട്ടിങ് JES ഇന്ത്യൻ എക്സ്റ്റൻഷൻ സർവീസസ്. ഇതാണ് നമ്മുടെ PG ബ്ലോക്ക് കഫറ്റേരിയ. ഇത് നല്ല സ്പേഷ്യസ് ആണ് ഉള്ളിലൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ 2-3 ഷോപ്സ് ഉണ്ട്. ആ ഫസ്റ്റ് പറഞ്ഞ ഷോപ്പ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, സെറോക്സ് എടുക്കാനും. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങാൻ പറ്റും, ബുക്കുകൾ അത് ഇതൊക്കെ വാങ്ങാം. പിന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഇവിടെ ഒരു അടിപൊളി ഒരു ഗാർഡൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. ആൻഡ് നമ്മൾ നേരെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് മെയിൻ ബ്ലോക്കിൻ്റെ ഉള്ളിലാണ്. മെയിൻ ബ്ലോക്ക് ആണ് എൻ്റെ ബ്ലോക്ക് ഗൈസ്. സോ ഇവിടുത്തെ എല്ലാ കാര്യവും എനിക്കറിയാം. ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ ഒരു വെൻഡിങ് മെഷീൻ വരുന്നുണ്ട് കണ്ടില്ലേ, നല്ല ഐറ്റാണ്, കാണാൻ പറ്റില്ല. ആൻഡ് ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ട് ഫുള്ള് കണ്ടില്ല ഗൈസ്. ബാഡ്മിൻ്റൺ കോർട്ട് ഒരു 5 ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വന്ന് കളിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. സോ ഇതിൻ്റെ ടൈം അങ്ങനെയൊന്നുമില്ല, ലൈക്ക് ടൈം ഉണ്ട്. ലൈക്ക് ആഫ്റ്റർ ദ ക്ലാസ് നിങ്ങൾക്ക് ലൈക്ക് ഒരു ടിൽ 6 or 8, 7:30 ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കളിക്കാം. ലൈക്ക് വാച്ച്മാൻ വന്ന് പിടിച്ച് പുറത്താക്കുന്നവർ ഇവിടെ കളിക്കാം. ആർക്കും വേണമെങ്കിൽ കളിക്കാം. ഇന്ന് ബാഡ്മിൻ്റൺ ടീമിലുള്ള ആൾക്കാർക്ക് അങ്ങനെയൊന്നുമില്ല. ഈവൻ ബാസ്കറ്റ് ബോളും അങ്ങനെ തന്നെയാണ്. ബട്ട് ഫുട്ബോൾ മാത്രം ഇവിടെ കളിക്കാൻ പറ്റില്ല. നമുക്ക് സെപ്പറേറ്റ് ക്യാമ്പസ് ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ ഒരു തൊട്ട് ലൈക്ക് ലെസ് ദാൻ 1 kilometer ഉള്ളൂ. അവിടെ ഒരു ചെറിയ ഇപ്പോൾ ഫുട്ബോളും സ്പോർട്സൊക്കെ അവിടെയാണ് നടക്കുന്നത് പ്രാക്ടീസസ്. ആൻഡ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് എയർപോർട്ട് റോഡിൻ്റെ അവിടെയാണ്. ഇപ്പോൾ അത് ക്യാമ്പസായി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സോ അത് ക്യാമ്പസ് ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ലൈക്ക് കൊമേഴ്സ് അങ്ങനത്തെ കോഴ്സുകളൊക്കെ അങ്ങോട്ട് പോകും. ആൻഡ് ഇത് കണ്ടില്ല, ഇതാണ് സെക്യൂരിറ്റി മാനേജറിൻ്റെ ക്യാബിൻ. ഇവിടെയാണ് നമുക്ക് ഇപ്പോൾ ഞാൻ ഈ ID കാർഡ് കൊണ്ടുവരാൻ മറന്നു കഴിഞ്ഞാൽ ഐ ക്യാൻ ടേക്ക് എ ടെമ്പററി ID കാർഡ് ഫ്രം ഇയർ. ലൈക്ക് ഒരു 50 rupees കൊടുത്താൽ മതി. ആൻഡ് ഇവിടെ നമുക്ക് വെള്ളമുണ്ട് ഗൈസ്. ഞാൻ കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ലിഫ്റ്റ്. സോ ഇതാണ് മെയിൻ ബ്ലോക്കിൻ്റെ എൻട്രൻസ് കണ്ടില്ല. മെയിൻ ബ്ലോക്ക് സയൻസ് ബ്ലോക്കാണ് ബേസിക്കലി. അങ്ങനെ ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിൽ അവിടെ ശരിക്കും പൊളിച്ചു ഇപ്പോൾ കിടക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ഫസ്റ്റ് ക്യാൻറ്റീനായിരുന്നു. ഞാൻ വന്ന ടൈമിലൊക്കെ ഉള്ള ക്യാൻറ്റീനാണ്. കണ്ടില്ല, മാഗി പോയിൻ്റ് എന്നാണ് നമ്മളെല്ലാവരും വിളിക്കണത്. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ 3 വേറെ ബിൽഡിങ്ങുണ്ട്, ലൈക്ക് കഫേ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ കയറില്ല. ഇതിൻ്റെ ഉള്ളിലൊരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഉണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ ഇവിടേക്കുള്ള ഫുൾ വാട്ടർ എടുക്കണത്. കണ്ടില്ല, ഇതാണ് എല്ലാതും ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കഴിച്ചു. അപ്പോൾ ഡൗട്ടൊന്നും ആർക്കും ഉണ്ടാവില്ല. അതത്രേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇതൊരു നല്ല കോളേജ് എന്ന് പറഞ്ഞ ലെവലിലാണെങ്കിൽ ഇതൊരു ബെസ്റ്റാണ് കഴിച്ചു. ലൈക്ക് യൂണിവേഴ്സിറ്റി ആവും ഇത്. കാരണം ലാസ്റ്റ് ഇൻസ്പെക്ഷനൊക്കെ ലാസ്റ്റ് ഇയർ നടന്നിട്ടുണ്ട്. നമ്മളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ലൈക്ക് ഈ എന്താ പറയുക സ്റ്റുഡൻറ്റ് കൗൺസിൽ മെമ്പേഴ്സിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഏതോ ഒരു ആൾക്കാർ ഇവിടുന്ന് നാഷണൽ ലെവലിൽ ആരോ വന്നിട്ട് ഈ ഇൻസ്പെക്ഷനൊക്കെ നടത്തിയിട്ടുണ്ട്. സോ അത് കംപ്ലീറ്റ് ചെയ്ത് അവർ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു യൂണിവേഴ്സിറ്റിയായി മാറും. അങ്ങനെയാണ് ഫാദർ പറഞ്ഞു. അവർ നന്നായി ട്രൈ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ വരുമ്പോഴേക്കും ഫസ്റ്റ് ഇയറിൽ ഇവിടെ ജോയിൻ ചെയ്യുമ്പോഴേക്കും ഇതൊരു യൂണിവേഴ്സിറ്റിയായി മാറാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അല്ലാതെ പറയുകയാണെങ്കിലും ബാംഗ്ലൂർ ഒരു നല്ല കോളേജാണ് ഇത്. മെയിൻലി ലൈക്ക് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളി കോളേജാണ്. ഈവൻ പഠിപ്പിക്കണതിൽ ഇവർ നല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റഡി മെറ്റീരിയൽസാണ് കൂടുതൽ LMS ഇതും കണ്ടൻറ്റും വായിച്ച് പഠിക്കലാണ്. ഞാനൊക്കെ എക്സാം ടൈമിലാണ് പഠിക്കാറ്. സോ
നല്ല കോളേജാണ്. ഇവിടെ കണ്ടില്ലേ ഗൈസ്, മെയിൻ ബ്ലോക്കിൻ്റെ ഈ സൈഡിൽ നമ്മുടെ ബൊട്ടോണിക്കൽ ഗാർഡൻ ഓർ മെഡിസിനൽ ഗാർഡനൊക്കെ ഇവിടെയാണ്. ഇവിടെ മെയിൻലി ബോട്ടണി സ്റ്റുഡൻസിനൊക്കെ അവർ കൊണ്ടുവരും. സോ നമുക്കൊന്നും വരേണ്ട വന്നിട്ടില്ല. അത് നിങ്ങൾക്ക് വെറുതെ കാണിച്ചു തരാം ഗൈസ്. ഇതൊരു നല്ല സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പോൾ ആൾക്കാർ പൂവാറൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തോ ഒരു പൂവാണ് ഗൈസ്, എനിക്കറിയില്ല. ആൻഡ് ഫുള്ള് എല്ലാത്തിൻ്റെയും നെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. QR കോഡ് ഉണ്ട്. സോ യു ഗൈസ് ക്യാൻ ജസ്റ്റ് സ്കാൻ ആൻഡ് ലൈക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. ആൻഡ് 2 എൻട്രൻസ് ഉണ്ട്, അപ്പുറത്ത് കൂടെ ഉണ്ട്, നമുക്ക് നടക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളിപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ മിക്ക പിള്ളേർ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, വേറെ കാര്യം. ലൈക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ബ്ലോക്കിൽ നിന്നും ലൈക്ക് ഈവൻ എല്ലാ ക്ലാസ്സിൽ നിന്നും എല്ലാ കോഴ്സിൽ നിന്നും ഐ ഗോട്ട് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. സോ അതൊരു നല്ല കാര്യമാണ്. ആൻഡ് ഞാൻ ഇവിടെ വന്ന ടൈമിൽ ഐ വോണ്ട് ഇവൻ ടോക്ക്. ഐ മീൻ ലൈക്ക് പക്ക ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറായിരുന്നു. ആൻഡ് ഇവിടെ വന്ന് എസ്പെഷ്യലി ക്ലബ്ബുകളിൽ ജോയിൻ ചെയ്തു. സോ അത് എൻ്റെ ലൈഫിൽ നല്ല ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈവൻ പബ്ലിക് സ്പീക്കിംഗ് ലൈക്ക് സ്റ്റേജ് ഫിയറൊക്കെ കുറച്ച് മാറി. ഓക്കെ, അങ്ങനെ. കാരണം ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഇയർ സെക്രട്ടറി ആയിട്ട് ഇരുന്നുണ്ടായിരുന്നു. സോ ആ സമയത്ത് നമ്മൾ സ്റ്റേജിൽ കയറി, അതും എക്സ്റ്റൻഷൻ സെക്രട്ടറി ആയിട്ട് ഫുൾ കോളേജിൻ്റെ ഇതാണ്. സോ എല്ലാ കോഴ്സിൻ്റെ ഉള്ള പിള്ളേരും നമ്മുടെ ക്ലബിലുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. സോ അങ്ങനെയും പിന്നെ നമ്മൾ കുറേ ഇവൻറ്റ്സ് നടത്തിയിട്ടുണ്ട് ലാസ്റ്റ് ഇയർ ഈ സെമിസ്റ്ററിൽ നമ്മളെന്തോ അറൗണ്ട് 20 ഇവൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ സർവീസ് നടത്തിയിട്ടുണ്ട്, കോളേജിൻ്റെ ഉള്ളിൽ നടത്തിയിട്ടുണ്ട്. സോ അതൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട്, അതാണ് ഗൈസ് ബെസ്റ്റ്. ലൈക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ് നമുക്ക് നടക്കും, വാല്യൂ ആഡഡ് കോഴ്സ്. അപ്പോൾ ആ ടൈം മുതൽ ഒരു മാം, എൻ്റെ ക്ലാസ് ടീച്ചറാണ് ഇപ്പോൾ. സോ പുള്ളിക്കാർ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ് എന്നെ. ഫസ്റ്റ് ഈവൻ വാല്യൂ ആഡഡ് കോഴ്സിന് എന്നോട് ലൈക്ക് എന്നെ സ്റ്റേജിൽ പിടിച്ചു കൊണ്ടുവന്നിട്ട് എന്തോ സംസാരിക്കാനൊക്കെ പറഞ്ഞു. സോ ആ സമയത്ത് എനിക്കൊന്നും അറിയില്ല ഗൈസ്, ലാംഗ്വേജ് തന്നെ പ്രോപ്പറായിട്ട് അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ വന്നിട്ട് പേടിച്ചു. ദെൻ ബട്ട് ഷീ ലൈക്ക് തന്ന സപ്പോർട്ട് ആ ടൈമിൽ, അതും ഈവൻ ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ തേർഡ് ഇയറൊക്കെ ആയിപ്പോൾ ലൈക്ക് ഐ ബിക്കം എ സെക്രട്ടറി ഓഫ് എ ക്ലബ് അല്ല എക്സ്റ്റൻഷൻ. സോ എപ്പോഴും ഈ കോളേജ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇനി ഒരു മറക്കാൻ താല്പര്യമില്ലാത്തൊരു ചാപ്റ്റർ പോലെയാണ്. കാരണം ഇവിടുന്ന് ഞാൻ കുറേ ബെസ്റ്റ് മെമ്മറീസ് ഉണ്ട് എനിക്ക്. ആൻഡ് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റി. സോ നല്ലതാണ്, നിങ്ങൾക്കും അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. സോ ഇവിടെ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ഈ വല്ല ക്ലബ്ബ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ സർവീസസ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിലൊക്കെ ജോയിൻ ചെയ്യുക. സോ അങ്ങനെ നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സിനായിട്ട് മീറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ അത് ഒരു നല്ല കാര്യമാണല്ലോ. അങ്ങനെയാണ് കണക്ഷൻസും ഇതൊക്കെ ഉണ്ടാക്കുക. അതൊക്കെയാണ് ഫ്യൂച്ചറിൽ ചിലപ്പോൾ യൂസ് ആവുക. നമ്മൾ കുറേ ബുക്കിലിരുന്ന് പഠിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുക. ആൻഡ് നമ്മൾ ഈ കോളേജിൽ വരുമ്പോൾ നമ്മൾ മാക്സിമം എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് ലൈക്ക് അത് ഫ്യൂച്ചറിലൊരു ഉപകാരം ഉണ്ടാവും. ഇത് കണ്ടില്ലേ, ഇതാണ് ഗൈസ് നമ്മുടെ മെയിൻ ബ്ലോക്ക്, അല്ല PG ബ്ലോക്ക്, MBA ബ്ലോക്ക് എന്ന് പറയുന്നത്. MCA ബ്ലോക്ക് അപ്പുറത്തുനിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ഇതൊരു അടിപൊളി സ്ട്രക്ചറാണ് ഗൈസ്. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പിലാണ് ഈ ബിൽഡിംഗ് പണിഞ്ഞേക്കണത്. ആൻഡ് ഇവിടുന്ന് നമുക്കൊരു വഴിയുണ്ട്. അവരെങ്ങനെ താഴെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ മെയിൻ ബ്ലോക്കിലേക്ക് എത്തും. അവിടെ നമ്മുടെ വൈസ് പ്രിൻസിപ്പാളിൻ്റെ ക്യാബിനും പിന്നെ ദീപു ഫാദറിൻ്റെ ക്യാബിനൊക്കെ. ദീപു ഫാദർ സ്റ്റുഡൻറ്റ് വെൽഫെയറാണ്. ലിജോ ഫാദർ ആണെങ്കിൽ നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ. അതൊക്കെ ഇവിടെയാണ്. സോ ഇതും ക്ലോസ്ഡാണ്. അപ്പോൾ ഉള്ളിലും ഇതൊരു നല്ല ഭംഗിയുള്ളതാണ്. അവിടെ കണ്ടില്ല, അവർ എന്തോ ക്ലീനിങ് ആണ്, ഈ ട്രീസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇവർ നല്ല എഫേർട്ട് ഇടുന്നുണ്ട് ഈ ഗ്രീൻ ക്യാമ്പസായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. നല്ല ട്രീസും കാര്യങ്ങളും പിന്നെ ഈ പിച്ചും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അത് കാരണം അവർക്ക് നമുക്ക് ഗ്രീൻ ക്യാമ്പസ് എന്നുള്ള പേരൊക്കെ കിട്ടി. സോ അത്രേ ഉള്ളൂ ഗൈസ് ഇതിൽ. ഗൈസ് അതിൻ്റെ ഇടയിൽ മാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുർബാനയ്ക്കൊന്ന് കയറി. അതാണ് പിന്നെ അതിപ്പോൾ ലൈക്ക് 9 o'clock ഇവിടെ നമുക്ക് ലൈക്ക് എല്ലാ സൺഡേസും 7 o'clock മാസ് സ്റ്റാർട്ട് ചെയ്യും. അത് ലാറ്റിനാവും ഇംഗ്ലീഷിലാവും. ആൻഡ് 9 o'clock നമുക്ക് ഉള്ളത് സീറോ മലബാറിലും, അത് മലയാളത്തിലാണ്. സോ അതിനാണ് ഇപ്പോൾ ഞാൻ കയറിയത്. പിന്നെ കോളേജിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എന്താ പറയുക,
ലൈക്ക് ഈ കോളേജിൽ മെയിനായിട്ടുള്ള ഇവൻറ്റ്സ് പറയാം. ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ എത്നിക് ഡേ ആണ് കോളേജിലെ ഏറ്റവും മെയിനായിട്ടുള്ള ഇവൻറ്റ്. ആ സമയത്ത് നമുക്ക് നമ്മുടെ എത്നിക് വേഴ്സൊക്കെ ഇട്ടിട്ട് ഓരോ നമ്മൾ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് അങ്ങനെ വരാം. അതൊരു ലൈക്ക് ഫുൾ കോളേജ് ഉണ്ടാവും. ടേഫിലും പിന്നെ നമ്മുടെ മെയിൻ ബ്ലോക്കിൻ്റെ ഉള്ളിലുള്ള ആ ഏരിയയിൽ അവിടെയൊക്കെ ആവും ഈ പരിപാടി. സോ അതൊരു നല്ല ഇവൻ്റാണ്. പിന്നെ അല്ലാതെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന വുഡ് റോക്ക്, നിത്യാഞ്ജലി, യൂഫോണിയ, അങ്ങനത്തെ കുറേ ഇവൻറ്റ്സൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വരുന്ന എല്ലാ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്റർ മുതലേ കുറച്ച് ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് സെമിസ്റ്ററിലേക്ക് അഡാപ്റ്റ് ആവാൻ കുറച്ച് ടൈം വേണമെങ്കിൽ ഓക്കെ, ലൈക്ക് സെക്കൻഡ് സെമിസ്റ്റർ അറ്റ്ലീസ്റ്റ്. കാരണം നിങ്ങൾ ലൈക്ക് ഈ പാർട്ടിസിപ്പേഷനും ലൈക്ക് ഇൻ്റർ കോളേജിയേറ്റ് ഫെസ്റ്റൊക്കെ നടക്കും. അപ്പോൾ അതിലൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് അച്ചീവ് ചെയ്യാൻ പറ്റിയ ലൈക്ക് വിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബട്ട് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. അതൊക്കെ വേർത്താണ് ഗൈസ്. സോ അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ അതേപോലെ ക്ലബ്സിലൊക്കെ ആക്റ്റീവ് ആവാൻ നോക്കുക. അപ്പോൾ നമുക്ക് കുറേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും. പിന്നെ വരുന്ന പിള്ളേരോട് ലൈക്ക് ഈ സ്റ്റേ അക്കോമഡേഷൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഐ വിൽ സജസ്റ്റ് നമ്മുടെ ഹോസ്റ്റൽസ് ആവും ഫസ്റ്റ് ഇയറിൽ. അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഇയറിൽ ഹോസ്റ്റൽ എടുക്കുകയാണെങ്കിൽ അതൊരു ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആവും നിങ്ങൾക്ക്. കാരണം ഞാൻ ഫസ്റ്റ് ഇയർ വന്നത് സെൻറ്റ് ജോസഫ് ഹോസ്റ്റലിലായിരുന്നു, ജസ്റ്റ് ഓപ്പോസിറ്റ് ദ കോളേജ്. സോ അവിടെ എന്ന് പറയുമ്പോൾ ഐ ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് ലോട്ട് ഓഫ് കണക്ഷൻസ്. കാരണം അവിടെ വെച്ച് ഉണ്ടാക്കുന്ന മെമ്മറീസൊന്നും നമുക്ക് പുറത്ത് PG അപ്പാർട്ട്മെൻറ്റിലൊന്നും നിന്നാൽ നടക്കില്ല കഴിയും. കാരണം അത്രയും ഫ്രണ്ട്സ് എല്ലാവരും, പിന്നെ അവിടെ കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രണ്ട്ഷിപ്പും ആ മെമ്മറീസും അതൊക്കെ ഒരു വേറെ വൈബാണ് ഗൈസ്. സോ ഫസ്റ്റ് ഇയർ അറ്റ്ലീസ്റ്റ് നമ്മൾ ഹോസ്റ്റൽ എടുക്കാൻ നോക്കുക, അതാണ് ബെസ്റ്റ്. സെൻറ്റ് ജോസഫ് ഒരു നല്ല ഹോസ്റ്റലാണ്, പക്ഷെ ഫുഡ് അവിടുത്തെ അലമ്പാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല, ലൈക്ക് കുറേ ട്രോമാസൊക്കെ ചിലവർക്കുണ്ട്. ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ കാര്യത്തിലും മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ബെസ്റ്റ് വേ ഹോസ്റ്റലാണ്. അവിടെ ഞാൻ ചേർന്ന തന്നെ ആവുമായിരിക്കും എനിക്ക് കോളേജിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പറ്റി, ലൈക്ക് വന്ന ടൈമിൽ തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂത്ത് റെഡ് ക്രോസും ക്ലബ്ബ് കാരണം അടുത്ത ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയാണ് ഫ്രണ്ട്സൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. അതൊരു നല്ല പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ അപ്പാർട്ട്മെൻറ്റോ PGക്ക് മാറാം. അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മാറണമായിരിക്കും നല്ലത്. ലൈക്ക് നിങ്ങൾക്ക് 1 ഇയർ നിൽക്കുമ്പോൾ തന്നെ മടുക്കും അവിടെ. സോ ബട്ട് ഈ മെമ്മറീസ് ഫ്രണ്ട്ഷിപ്പൊന്നും അത് എപ്പോഴും ഉണ്ടാവും ഗൈസ്. ലൈക്ക് സ്റ്റിൽ ഇപ്പോൾ ഞാൻ തേർഡ് ഇയറിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് ഹോസ്റ്റൽ ലൈഫാവും. സോ ഹോസ്റ്റൽ എടുക്കാൻ നോക്കുക. ഞാൻ എന്താ ഈ വീഡിയോ ലൈക്ക് ഇത്ര കാലമായിട്ട് എടുക്കാതിരുന്ന് കോളേജിൻ്റെ ടൈമിൽ എടുക്കാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ എങ്ങനെ എഡിറ്റ് ചെയ്യാനും ഇതൊക്കെ മടിയായിട്ടും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാരണം ഞാൻ എടുക്കാതിരുന്നു. ബട്ട് ഇപ്പോൾ എൻ്റെ BSc എല്ലാം കഴിഞ്ഞു. സോ ഐ ആം ഫ്രീ നാവും. MScക്ക് എന്തായാലും ടൈം എടുക്കും കഴിയും. സോ അതുവരെ ടൈം ഉണ്ടല്ലോ. അപ്പോൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് വെറുതെ നോക്കിയൊക്കെ അല്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ കോളേജിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. സോ എനിക്ക് പറ്റണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സോ ഇവിടെ എത്തിയപ്പോൾ കയ്യിൽ നിന്ന് പോയി എല്ലാം ഗൈസ്. സോ എങ്ങനെ എൻഡ് ചെയ്യണമെന്ന് അറിയില്ല. എനിവേസ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. താങ്ക് യു, ബൈ.